ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ 200 കോടി ക്ലബിൽ കയറിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യത്തെ ചിത്രം 2010 ശങ്കറിന്റെ സംവിധാനത്തിലെത്തിയ എന്തിരനാണ്. എന്തിരൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 300 കോടി രൂപയാണ് നേടിയത്. രജനീകാന്തിന്റെ എന്ന് മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 200, 250, 300 കോടി ക്ലബിൽ കയറിയ ചിത്രമായിരുന്നു എന്തിരൻ. അടുത്ത ചിത്രം 2016 പാരഞ്ജിത്തിന്റെ സംവിധാനത്തിലെത്തിയ കബാലി ആയിരുന്നു. കബാലി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 300 കോടി രൂപയാണ് നേടിയത്. അതിനുശേഷം 200 കോടിക്ക് മുകളിൽ കയറിയ രജനീകാന്ത് ചിത്രം എന്ന് പറയുന്നത് 2 ആണ്. 2 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 665 കോടിയോളമാണ് നേടിയത്. ഇപ്പോഴും തമിഴിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം 2 ആണ്. 2 ശേഷം 200 കോടി ക്ലബിൽ കയറിയത് കാർത്തിക് സുബ്രായന്റെ സംവിധാനത്തിലെത്തിയ പേട്ടയാണ്. പേട്ട വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 230 കോടിയോളമാണ് നേടിയത്. അതിനുശേഷം 200 കോടി ക്ലബിൽ കയറിയത് AR മുരുകദാസിന്റെ സംവിധാനത്തിലെത്തിയ ദർബാർ ആണ്. ദർബാർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 204 കോടി രൂപ നേടി. പിന്നീട് 200 കോടി ക്ലബിൽ കയറിയത് നെൽസന്റെ സംവിധാനത്തിൽ ജയിലർ ആണ്. ജയിലർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 600 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. അതിനുശേഷം TJ ജ്ഞാനവേലിന്റെ സംവിധാനത്തിലെ വേട്ടയനാണ്. വേട്ടയൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 250 കോടിക്കടുത്ത് സ്വന്തമാക്കി. അതിനുശേഷം ലോകേഷ് കനകരാജിന്റെ കൂലിയാണ്. കൂലി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 500 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. അപ്പോൾ രജനീകാന്തിന്റെ ഈ ചിത്രങ്ങളൊക്കെയാണ് 200 കോടിക്ക് മുകളിൽ നേടിയ ചിത്രങ്ങൾ. എന്തിരൻ, കബാലി, 2, പേട്ട, ദർബാർ, ജയിലർ, വേട്ടയൻ, കൂലി, മൊത്തം 8 ചിത്രങ്ങളാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 200 കോടിക്ക് മുകളിൽ നേടിയ രജനീകാന്ത് ചിത്രങ്ങൾ. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ 200 കോടി ക്ലബിൽ കയറിയ താരമാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. അപ്പോൾ നമ്മുടെ ചാനൽ ദിവസം ഇതുപോലെ സിനിമ അപ്ഡേറ്റും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അതുപോലെ റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത്